സബ് ജൂനിയറിലും 2 കാറ്റഗറിയിൽ ഡോമിനേറ്റ് ചെയ്ത്, എന്നിട്ട് ഫസ്റ്റിന് പുറമെ ഗോൾഡിന് പുറമെ ചാമ്പ്യൻ എന്നുള്ള ടൈറ്റിൽ വരുന്നത്. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടാണ്, അതിന് മുന്നേ ആണെന്ന് തോന്നുന്നു, ഇതുപോലെ ഒരു സ്കൂൾ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഈ കേരളത്തിൽ ഇതെല്ലാം സ്കൂളും ഉണ്ടായിരുന്നതാണ്. അതിലും ഇതുപോലെ തന്നെ ഗോൾഡും കിട്ടി, ചാമ്പ്യനും കിട്ടി. പിന്നെ ഇവർ രണ്ടുപേരും ഉമ്മ ഇപ്പോൾ ജോലിയായിട്ട് ഖത്തറിൽ പോയി, ഇക്കയാണെങ്കിൽ ഇപ്പോൾ പഠിത്തത്തിനായിട്ടും. പിന്നെ അതിനിടയിൽ ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്നുണ്ടായിരുന്നത്. ഹോസ്റ്റലിൽ വർക്കൗട്ട് കുറച്ചൊക്കെ കുറയ്ക്കേണ്ടി വന്നു, കാരണം ടൈമിങ് അവിടെ കറക്റ്റല്ല. സ്റ്റഡീസ് ആണെങ്കിലും പിന്നെ ഉറക്കം കറക്റ്റല്ല. പിന്നെ വർക്കൗട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് അവിടെ കുറവാണ് ആക്ച്വലി. അപ്പോൾ അതിന് അവിടെ അങ്ങനെ കുറച്ച് ഇതുണ്ടായിരുന്നു. ഞാൻ ഡിസ്ട്രിക്റ്റ് ഞാൻ സെക്കൻഡായി പോയി പ്രാവശ്യം ചെയ്തു. പിന്നെ സ്റ്റേറ്റ് 4th ആയി. ഇനിയിപ്പോൾ നെക്സ്റ്റ് ടൈം ഒന്നും കൂടി ബെറ്റർ ആയിട്ട്, ഇപ്പോൾ ഞാൻ 10ാം ക്ലാസ്സാണല്ലോ, അപ്പോൾ അതിൻ്റേതായൊരു ഒന്നുകൂടി പഠിക്കേണ്ട ഡെഡിക്കേറ്റഡ് ആയിരുന്നു. അപ്പോൾ ഈ വർഷം എന്തായാലും ഈ ഡിസ്ട്രിക്റ്റ് ആണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും പണ്ടത്തെ പോലെ തന്നെ ഫസ്റ്റ് എന്ന് പുറമെ ചാമ്പ്യനിലാണ് ഞാൻ നോക്കുന്നത്. പിന്നെ ഇനി അങ്ങോട്ടുള്ള എല്ലാ വർഷവും കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഉണ്ടാവും. ഇപ്പോൾ അവസാന വർഷമാണ് ജൂനിയറിൽ. അപ്പോൾ അവസാനത്തിൽ തന്നെ വീണ്ടും ചാമ്പ്യൻ പഠിക്കണം തന്നെയാണ്. അതിനുള്ള കറക്റ്റ് വർക്കൗട്ടാണ് ഇപ്പോൾ ഉള്ളത്.